സുരജ് സാർ, നമ്മൾ ഇനി വോഡാഫോൺ ഐഡിയയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാർക്കറ്റിൽ ഓൾറെഡി 1.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 0.5% ഇടിവ് എത്തി നിൽക്കുകയാണ്. ₹6.98 എന്നുള്ളൊരു നിലവാരത്തിലാണ് ഈ സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സബ്സ്റ്റാൻഷ്യൽ ഡ്യൂസിൽ ഒരു പരിഹാരം തേടുന്നതിനായിട്ട് വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ് സർക്കാരുമായിട്ട് വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. റിലേറ്റഡ് പേയ്മെന്റ് വേവിയർ നൽകണമെന്ന അപേക്ഷ ഓൾറെഡി സുപ്രീം കോടതി തള്ളിയിട്ട് 2 ആഴ്ച കഴിയുകയാണ്. സോ ഇതിന് പിന്നാലെയാണ് പുതിയൊരു നടപടിയുമായിട്ട് കമ്പനി മുന്നോട്ട് വരുന്നത്. ഈ കമ്പനിയുടെ ഒരു കടബാധ്യതയുടെ ലിസ്റ്റ് പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ബാങ്കുകൾക്ക് നൽകാനുള്ള കടം 2345 കോടിയാണ് ഉള്ളതെങ്കിലും നിരക്ക് വർധനയോ കൂടുതൽ കടമെടുപ്പോ എന്നുള്ളൊരു വലിയ ആശങ്കയാണ് ഈ കമ്പനിയുടെ മുന്നിൽ നിൽക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഈ ഓപ്പണിംഗ് ആഴ്സിന്റെ ഫോറത്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കാനാവില്ല, ഒരു ഇൻസോൾവൻസിയിലേക്ക് കമ്പനി പോകേണ്ട സാഹചര്യമുണ്ട് എന്ന് ഓൾറെഡി വോഡാഫോൺ ഐഡിയ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സോ ഈ ഒരു കൺസേൺസ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിലും വലിയ ഒരു കറക്ഷനാണ് സ്റ്റോക്കുകൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം പല കമ്പനികളും കോമ്പീറ്റേഴ്സ്, പിയർ ഗ്രൂപ്പുകൾ 5G സേവനങ്ങളിലടക്കം വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്തുന്ന സമയത്താണ് വോഡാഫോൺ ഐഡിയയുടെ ഈ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ ഇനിയും ഇത് എത്രത്തോളം പ്രൊലോങ്ഡ് ആകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഒപ്പം ഈ പറഞ്ഞ കമ്പനി പറഞ്ഞതുപോലെയുള്ള ഒരു ഇൻസോൾവൻസിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയാം. അതായത് വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഗവൺമെന്റിന്റെ ഒരു സ്റ്റേക്ക് 22% എങ്ങാണ്ട് കൂടിയിട്ട് 48-49% വരെ എത്തി അല്ലെ. ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് അതിനകത്തൊരു സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡറാണ്, ഒരു മെജോറിറ്റി ഷെയർ ഹോൾഡർ അല്ല. ഈ മെജോറിറ്റി ഷെയർ ഹോൾഡർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് £7 പ്രൈസ് ഉള്ളപ്പോൾ അവർ ₹10 വാല്യൂ ചെയ്തത്. കാര്യം ₹7 വാല്യൂ ചെയ്തെങ്കിൽ ഈ കൺവേർഷൻ, അതായത് നമ്മൾ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഞാൻ അതിലേക്ക് വരാം. പക്ഷെ ഒരു കാര്യം പ്രേക്ഷകരുടെ അറിവിലേക്ക് പോരാൻ, വോഡാഫോൺ എന്തായാലും പൊട്ടുന്ന പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇപ്പോ സുപ്രീം കോടതി വോഡാഫോണിനെയും എയർടെലിനെയും വിലക്കിയല്ലോ. അതായത് അവരുടെ ആ പെറ്റീഷൻ ക്വാഷ് ചെയ്തു. അതായത് നിവൃത്തിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്വാഷ് ചെയ്തത്. എന്നിട്ട് ഒരു വർത്താനം കൂടെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിലുണ്ട്. അതായത് ഗവൺമെന്റിന് വേണമെങ്കിൽ തീരുമാനമെടുക്കാം, ഗവൺമെന്റിന് നിശ്ചയിക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ ഗവൺമെന്റിന്റെ ബോൾ ഗവൺമെന്റ് കോർട്ടിലേക്ക് കൊടുത്തു എന്നുള്ളത്. ഗവൺമെന്റ് ആണെങ്കിലോ ഓൾറെഡി 49% സ്റ്റേക്ക് ആയിട്ട് അതിനകത്തിരിക്കുകയാണ്. ഇനി ഈ വോഡാഫോൺ പൊട്ടുകയാണെങ്കിൽ ഇത് വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവും. ടാക്സ് പേയേഴ്സ് മണിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് 49% സ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ അവരെ രക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ കൂടെ ബാധ്യതയായി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 2 ദിവസം മുമ്പേ വോഡാഫോണിന്റെ ഒരു ന്യൂസ് വന്നത്. 25,000 കോടി അവർ റേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് FY26 ഫസ്റ്റ് ഹാഫിൽ 5,000 കോടി തൊട്ട് 6,000 കോടി വരെ അവർക്കൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ട്രാൻസ്മിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഡെവലപ്പ് ചെയ്യാൻ ഒരു 5,000 തൊട്ട് 6,000 കോടി വരെ ആവശ്യമുണ്ട്. അത് മാത്രമല്ല കുറച്ച് വർക്കിംഗ് ക്യാപിറ്റലിനും എല്ലാം കൂടെ ചേർത്തിട്ട് അവർക്കൊരു 25,000 കോടി റേസ് ചെയ്യണം എന്ന് ബാങ്കിനോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താ, ഇപ്പൊ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നമ്മളെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ രണ്ടാമത് ഗവൺമെന്റിന്റെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാരണങ്ങളാലാണ് അവർ ബാങ്കിന്റെ അടുത്ത് അവർ നിരത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതായത് ഗവൺമെന്റ് ഇതിനകത്ത് പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് ഉള്ളിടത്തോളം കാലം ഇതൊരു പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടറ്റോ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇത് ഗവൺമെന്റ് ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. കാര്യം ഈ AGR എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലായി. 1990 ഈ ടെലികോമിന് ലൈസൻസ് കൊടുക്കുന്നത്. ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ ഇതിന്റെ സ്പെക്ട്രം ഫിക്സഡ് ഫീയും ഒക്കെ ആയിട്ട് വലിയൊരു കാശ് ടെലികോം കമ്പനിയുടെ മേളിലാണ് ഗവൺമെന്റ് അടിച്ചു കൊടുത്തതെന്നുള്ളത്. അതൊരിക്കലും അവരുടെ ഓപ്പറേഷൻസ് വഴി അവർക്ക് അതിനെ നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റിയിരുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 1999, അതായത് എൻ്റെ ഒരു കണക്ക് എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന, അതായത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പോയപ്പോൾ 1999 ഉണ്ടായിരുന്ന ഗവൺമെന്റ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അപ്ഫ്രണ്ട് ആയിട്ട് ഫിക്സഡ് ഫീയും സ്പെക്ട്രം ചാർജസും തരണ്ട, പകരം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ ഓപ്പറേഷണൽ റവന്യൂവിൽ നിന്ന് ഞങ്ങൾക്ക് തന്നാൽ മതി. അത് ഏതാണ്ട് ലൈസൻസ് ഫീ ആയിട്ട് 8%, സ്പെക്ട്രം ചാർജസ് ആയിട്ട് 3 തൊട്ട് 5% തന്നാൽ മതി എന്നാണ് ഈ പറയുന്നത്. അതാണ് ഈ AGR എന്ന് പറയുന്നത്. AGR is an agreement between Department of Telecommunication and Telecom Service Provider. അതിനെ പറയുന്നത് അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ. അതായത് നിങ്ങൾ ഫിക്സഡ് ആയിട്ട് നിങ്ങൾ ആദ്യം തന്നെ തരണ്ട, നിങ്ങളുടെ ഓപ്പറേഷൻസിൽ നിന്ന് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് 1999 വന്നത്. ഈ 99 വന്നപ്പോൾ തന്നെ അതിനകത്തൊരു ഇഷ്യൂ എന്തായിരുന്നു വെച്ചാൽ, ഗവൺമെന്റ് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ടെലികോം സർവീസ് പ്രൊവൈഡർ എന്ന് വെച്ചാൽ ഞങ്ങൾ തരാം, പക്ഷേ ഞങ്ങളുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ്സിൽ നിന്ന് വരുന്ന റവന്യൂസ് മാത്രമേ തരാൻ പറ്റുള്ളൂ. അതായത് കോൾസ്, ഡേറ്റ,
മെസ്സേജിങ്, അന്ന് മെസ്സേജസിന് കാശുണ്ടായിരുന്നു, ഇതിൽ നിന്ന് കിട്ടുന്ന റിവന്യൂന്ന് ഞങ്ങൾ ഇത് പേ ചെയ്യാന്ന്. പക്ഷെ ഗവൺമെന്റ് അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത് പറ്റൂല, നിങ്ങൾ ഇതൊന്നും കൂടാതെ തന്നെ കോർ ഓപ്പറേഷൻസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് റവന്യൂ വരുമോ, അത് ഇൻട്രസ്റ്റ് ഇൻകം ആവാം, സെയിൽ ഓഫ് അസറ്റ് ആവാം, റെന്റ് ആവാം, ഫോറക്സ് ഗെയിൻ ആവാം, അതർ റവന്യൂസ് ആവാം, ഇതെല്ലാം കൂടെ ചേർത്ത് വേണം ഞങ്ങൾക്ക് തരാൻ, എന്നാലേ ഞങ്ങൾക്ക് ഫാസ്റ്റായിട്ട് അത് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. 1999 AGR കൊണ്ടുവന്ന് 2000 തന്നെ ഇത് കേസ് പോയി. ഏതാണ്ട് 15 കൊല്ലം കേസ് നിരങ്ങിപ്പോയി. അവസാനം വോഡാഫോണിനും എയർടെലിനും ടാറ്റ ടെലിക്കും എഗെയിൻസ്റ്റ് ആയിട്ട് കോർട്ട് റൂളിംഗ് വന്നു എന്നുള്ളതാണ്. അത് ബേസ് ചെയ്തിട്ടാണെങ്കിൽ വോഡാഫോൺ 83,400 കോടി ഗവൺമെന്റ് കൊടുക്കാനുണ്ട്, എയർടെൽ 34,745, ടാറ്റ ടെലി സർവീസസ് 16,800 കോടിയും കൊടുക്കാനുണ്ട്. റിലയൻസ് ജിയോ ഇതൊക്കെ കഴിഞ്ഞാണ് സീനിൽ വന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിനിടയിൽ ചെറിയ ടെലികോം പ്രൊവൈഡേഴ്സ് ഉണ്ടായിരുന്നു, ഫോറിൻ JV ആയിട്ടൊക്കെ വന്ന്, അതൊക്കെ അവർ അടച്ചു പൂട്ടുകയും ചെയ്തു. അപ്പോൾ മെയിൻ പ്ലെയേഴ്സ് ആയിട്ട് ഇവർ തന്നെയാണ് എന്നുള്ള. പിന്നെ ഗവൺമെന്റ് 2021 ഒരു 10 കൊല്ലത്തിന്റെ എക്സ്റ്റൻഷൻ ഒക്കെ കൊടുത്തു, അതായത് പതുക്കെ പേ ചെയ്യാൻ മതി, വേണ്ട രീതിയിൽ സഹായിക്കാനൊക്കെ നോക്കി, ഒന്നും തന്നെ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അടുത്ത കാലത്ത് ഏതാണ്ട് 36,950 ക്രോസിന്റെ ഈ ഗവൺമെന്റിനോട് കൊടുക്കാനുള്ള കാശുണ്ടല്ലോ, ഗവൺമെന്റ് അത് ഇക്വിറ്റി ആയിട്ട് ഗവൺമെന്റ് കൺവേർട്ട് ചെയ്തു. അവിടെയാണ് ഈ പറഞ്ഞ 22.6% നിന്ന് 48.9% ഗവൺമെന്റ് സ്റ്റേക്ക് മാറി. അതായത് കിട്ടാനുള്ള കാശ് ആ കമ്പനിയിലുള്ള സ്റ്റേക്ക് ആയിട്ട് ഗവൺമെന്റ് കൺവേർട്ട് ചെയ്തു. അപ്പൊ 22% ഉള്ള ഗവൺമെന്റ് 49% അടുപ്പിച്ചു പോയി. അത് വെച്ചിരിക്കുന്ന കൺവേർഷൻ ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപ വാല്യുവേഷൻ ഇട്ടാണ്. അന്ന് 7 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഷെയർ അന്ന് ഏതാണ്ട് നല്ലോണം കയറുകയും ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഗവൺമെന്റ് എന്തുകൊണ്ടാണ് 10 രൂപ വെച്ചതെന്ന് വെച്ചാൽ 10 രൂപ വച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇവർ 50% മുകളിലായി പോയത്. അതൊരിക്കലും ഗവൺമെന്റ് ചെയ്യില്ല. പിന്നെ ഗവൺമെന്റ് കമ്പനിയായി മാറി. ഒരു രീതിയിലും ഗവൺമെന്റ് അത് ഊരാൻ പറ്റൂല എന്നുള്ള രീതിയിലാണല്ലോ. അപ്പൊ അങ്ങനത്തെ രീതിയിലേക്കാണ് ഇത് വന്നതെന്നുള്ള. ബട്ട് ഈവൻ ദെൻ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്ന പോലെ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇതിന് എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കിന്റെ ബിസിനസ് നശിച്ചു പോകാൻ ചാൻസ് ഇല്ല. പക്ഷെ സ്റ്റോക്ക് റിക്കവർ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാര്യം അത്രയ്ക്ക് മാത്രം ഇപ്പൊ 2 ലക്ഷം കോടി കടമുള്ളതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, അത്രയ്ക്ക് മാത്രം ഇക്വിറ്റി ബേസ് കൂടി എന്നുള്ളത്. അതായത് ഇക്വിറ്റി സൈസ്, അതായത് റവന്യൂവിനും കടത്തിനും ഒന്നും മാറ്റം വരുന്നില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കും. നമ്മൾ പറയില്ലേ, സ്പ്ലിറ്റ് കൊണ്ടോ ബോണസ് കൊണ്ടോ നമ്മുടെ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൂവ് അല്ല എന്ന് നമ്മൾ പലപ്പോഴായിട്ട് കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുമ്പത്തെ ആഴ്ചയും എക്സ്പ്ലെയിനറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ വോഡാഫോണിന്റെ ഈ വക പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നതിൽ ഇങ്ങനെ ഇക്വിറ്റി റേസ് ചെയ്ത് അവർ മുന്നോട്ട് പോയപ്പോൾ അവരുടെ ഇക്വിറ്റി, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എക്സ്പാൻഡ് ചെയ്ത് വളരെ രീതിയിലായി. ചുരുക്കം പറഞ്ഞാൽ, സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ, പണ്ട് 100 ഷെയർ, എക്സാക്ട് ഫിഗർ അല്ല, 100 ഷെയർ ഹോൾഡർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന പ്രോഫിറ്റും കടവും അതേപോലെ തന്നെ നിൽക്കുന്നു. ആ 100 ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞത് 1 ലക്ഷം ഷെയർ ഹോൾഡേഴ്സായി. എന്ന റവന്യൂവിനും ചേഞ്ച് വന്നിട്ടില്ല, കടത്തിനും ചേഞ്ച് വന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി സ്റ്റോക്ക് ആയിട്ട് മാറിയിട്ടില്ല. ഒരിക്കലും നിങ്ങൾ 10 രൂപയുടെ താഴെ വില കണ്ട് എടുത്ത് ചാടരുത് എന്നൊന്നും നെഗറ്റീവ് ഒന്നുമല്ല. ചിലപ്പോൾ ഈ ഗവൺമെന്റ് ഇനിഷ്യേഷനും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി കൊണ്ട് ഷെയർ പ്രൈസ് തിരിച്ച് റീട്രേസ് ചെയ്തേക്കാം. ബട്ട് ഈവൻ ദെൻ ഇറ്റ്സ് നോട്ട് എ ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി സ്റ്റോക്ക്. ബട്ട് ദ ബിസിനസ് മൈറ്റ് ഹോൾഡ്. കാര്യം എന്ന് വെച്ചാൽ ഗവൺമെന്റിന് അതിനകത്ത് 48.9% സ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഗവൺമെന്റിന് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പാർലമെന്റിൽ അതിൽ ചോദ്യം വരും, പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടറ്റോ ആവും, യു ആർ ബേണിംഗ് ടാക്സ് പേയേഴ്സ് മണി എന്നുള്ള രീതിയിലേക്ക് വരും. സോ ഗവൺമെന്റ് വിൽ ബി കമ്മിറ്റഡ്. മോർ ഓവർ അതിനുള്ളൊരു വിൻഡോ സുപ്രീം കോടതി ഇട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബട്ട് ഷെയറിന്റെ കാര്യത്തിൽ ഒന്ന് സൂക്ഷിക്കണം. ഈ പറയുന്നത് ചിലപ്പോൾ ഇത് തിരിച്ചു വരട്ടെ, അത് ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് ആവട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. ബട്ട് അതിന്റെ ഷെയർ ഹോൾഡർ ബേസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു കാര്യം.